മനുഷ്യ വിഭവശേഷിയാണ് കേരളത്തിന്റെ മുതൽക്കൂട്ടെന്നും അതിന് സാധ്യമായത് വിദ്യാഭ്യാസ മേഖലയിലെ മികവ് കൊണ്ടാണെന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി.കെ. അബ്ദുൾ റഹീം പറഞ്ഞു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കും മികവ് തെളിയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അവാർഡ് സമ്മാനിച്ചത്. കേരളത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് മനുഷ്യ വിഭവശേഷിയാണ്. രാജ്യത്തിനും ലോകത്തിനും മികച്ച സംഭാവന നൽകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ മികവ് കൊണ്ടാണ് ഈ നേട്ടം സാധ്യമാകുന്നതെന്ന് ജസ്റ്റിസ് സി.കെ. അബ്ദുൾ റഹീം പറഞ്ഞു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെറിറ്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വിഭവ സമ്പത്ത് എന്താണ്, കേരളത്തിന് എന്താണ് രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ മാൻ പവറാണ്, മാനവ വിഭവശേഷിയാണ് കേരളത്തിൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഈ മാനവ വിഭവശേഷി കേരളത്തിന് ഇത്രയധികം ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ മികവ് കൊണ്ടാണ്, ആ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ കൊണ്ടാണ്. ഇന്ന് നമ്മൾ തമാശയായിട്ട് പറയും, ഹിമാലയത്തിൻ്റെ മുകളിൽ നമ്മൾ കയറുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു മലയാളിയുടെ ചായക്കട അവിടെ കാണുമെന്ന് പറയും. ഇത് തമാശയായിട്ട് പറയുന്നതാണെങ്കിലും ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും നിങ്ങൾക്ക് മലയാളികളെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൈവരിക്കുന്ന നേട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ 10 ഗ്രാമപഞ്ചായത്തുകളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 450 വിദ്യാർത്ഥികൾ മെറിറ്റ് അവാർഡ് ഏറ്റുവാങ്ങി. 100% വിജയം കൈവരിച്ച 27 സ്കൂളുകളെയും ആദരിച്ചു. സെന്റ് ജോസഫ് ഹൈസ്കൂൾ വെളിയത്താൻ, ഡയാന നോബി, P.K. ചന്ദ്രശേഖരൻ നായർ, ജെസി സാജു, ഗോപി മുട്ടത്ത്, കാന്തി വെള്ളക്കയൻ, ജിജി ഷിജു, ജോമി തെക്കേക്കര, സാലി ഐബ്, ജെയിംസ് കോറമ്പേൽ, നിസാമോൾ ഇസ്മായിൽ, ആനിസ് ഫ്രാൻസിസ്, T.K. കുഞ്ഞുമോൻ, ലിസി ജോസഫ്, PM കണ്ണൻ, ബിന്ദു ശശി, നാസർ വട്ടേക്കാടൻ, മാമച്ചൻ ജോസഫ്, സി ശ്രീകല, ഏഞ്ചൽ മേരി ജോബി, ഷജി ബസി, KM സെയ്ദ്, പ്രിയ സന്തോഷ്, CO അമിത, MS മനോജ്, MS സിദ്ദിഖ്, KR രാജേഷ്, ആൽബി ജോർജ്, ജോയി പോൾ, CM ജുനൈദ് തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.